നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഓർ തിയറി ഓഫ് ബ്യൂറോക്രസി. സോ ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് മാക്സ് വെബർ ആണ്. ഹീസ് എ മാനേജ്മെന്റ് എക്സ്പെർട്ട്. He was a German sociologist and historian. ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു മാക്സ് വെബർ. മാക്സ് വെബർ ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്നുള്ളൊരു ഐഡിയ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബ്യൂറോക്രസി മീൻസ് ഇറ്റ് ഈസ് എ ഹൈലി സ്ട്രക്ചേർഡ്, ഫോർമലൈസ്ഡ് ആൻഡ് ഇംപേഴ്സണൽ ഓർഗനൈസേഷൻ. അതായത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഹൈറാർക്കി ലെവൽസും ദെൻ അതുപോലെ വളരെ ഫോർമൽ റിലേഷൻഷിപ്സും വരുന്ന ഒരു മോഡലാണ് ഈ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതായത് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വരുന്നത് ഉദ്യോഗസ്ഥ മേധാവിത്വം എന്നാണ്. അതായത് അവിടെ കൂടുതൽ റോള് വരുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ്. ഇപ്പൊ എംപ്ലോയീസിന് അവിടെ കാര്യമായിട്ട് റോള് വരുന്നില്ല. അതായത് എല്ലാ ലെവൽസിലും ഇപ്പൊ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് വരുന്നുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, അതുപോലെ ലോവർ ലെവൽ. ആ ഓരോ ലെവലിലും വരുന്ന മാനേജേഴ്സിന് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൽ ഉണ്ടാവുന്നത്. അതായത് ഇവിടെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ എന്താണോ മാനേജേഴ്സ് ഓർഡർ കൊടുക്കുന്നത് അതാണ് എംപ്ലോയീസ് നടപ്പിൽ വരുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. So there is clear cut rules and regulations for each and every employee in this types of organization, and there is also clearly defined hierarchical levels. അതായത് ഒരു ഡിഫറെന്റ് ഹൈറാർക്കി ആയിട്ടായിരിക്കും ഇവിടെ നമുക്ക് മാനേജീരിയൽ പൊസിഷൻസ് കാണാൻ പറ്റുക. പിന്നെ നോർമലി ഏതൊരു ഓർഗനൈസേഷനിലും ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും അവിടെയുള്ള എംപ്ലോയീസ് തമ്മിൽ. അതായത് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള മാക്സ് വെബർ അങ്ങനെയുള്ള ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷനിങ്ങിന് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഹൈറാർക്കിക്കൽ ലെവൽസും ഒരു ഫോർമൽ റിലേഷൻഷിപ്പാണ് ഒരു ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ്ങിന് ബെറ്റർ ആണെന്നാണ് ഈ മാക്സ് വെബർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാക്സ് വെബർ ഒരിക്കലും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. He support formal organization with clear-cut division of labor and hierarchical levels. അപ്പോൾ അത് എഫക്റ്റീവ്നെസ് അതുപോലെ എഫിഷ്യൻസി എല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഒരു മോഡലാണ് ബെസ്റ്റ് എന്നാണ് മാക്സ് വെബർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നതാണ് ഇതെല്ലാം. ക്ലാസിക്കൽ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമൽ ഇന്ന് നമ്മൾ മോഡേൺ അപ്രോച്ചിൽ നമ്മൾ പറയുമ്പോൾ ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമല്ല അല്ലേ, അതായത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്സ് കൂടെ ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ളൊരു വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യാനായിരിക്കും എംപ്ലോയീസിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ് ഓൾഡ് കൺസെപ്റ്റുകളാണ് ഈ പറയുന്നതെല്ലാം. ദാറ്റ് ഈസ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 5 പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് 5 പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് മാക്സ് വെബർ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബ്യൂറോക്രസി വർക്ക് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് നേരത്തെ പറഞ്ഞു ക്ലിയർ ആയിട്ടുള്ള വർക്ക് ഡിവിഷൻ ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസിനും ക്ലിയർ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡിവിഷൻ ഓഫ് ലേബർ. ദെൻ സെക്കൻഡ് വൺ വരുന്നത് ഹൈറാർക്കി ഓഫ് അതോറിറ്റി. അത് നേരത്തെ പറഞ്ഞു, അതായത് ഡിഫറെന്റ് ഹൈറാർക്കിക്കൽ ലെവൽസ് ഉണ്ടായിരിക്കും. ടോപ്പ് ലെവൽ, അതുപോലെ മിഡിൽ ലെവൽ. അതായത് ഇപ്പോൾ ടോപ്പ് ലെവലിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പ്രസിഡന്റ്സ്, അതുപോലെ വൈസ് പ്രസിഡന്റ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്. പിന്നെ അതുപോലെ ലോവർ ലെവൽസിലേക്ക് വരുമ്പോൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ഹൈറാർക്കി ഓഫ് പൊസിഷൻസ് ഉണ്ടായിരിക്കും. ദെൻ തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ദർ ഈസ് സ്ട്രിക്റ്റ് ആൻഡ് ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ആൻഡ് എവറി വൺ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ക്ലിയർ ആയിട്ട് റൂൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. Then next one impersonality ആണ്. That is there is no personal relationship between managers and employees. So here the relationship is like that of a boss and employee. അപ്പോൾ ഒരു ബോസും അയാളുടെ കീഴിലുള്ള വർക്കേഴ്സും ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും ഇവിടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുക. അതേസമയം ഒരു പേഴ്സണൽ, അതായത് ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അതാണ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത്.
ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എംപ്ലോയി സെലക്ഷൻ ആൻഡ് പ്രൊമോഷൻ ആണ്. സോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് എംപ്ലോയീസിനെ കറക്റ്റായിട്ട് അവരുടെ സ്കില്ലും അതുപോലെ ക്വാളിഫിക്കേഷൻസും നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതും അവരെ അപ്പോയിന്റ് ചെയ്യുന്നതും. അല്ലാണ്ട് ഇപ്പോൾ പേഴ്സണലി നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമുക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാൻ പറ്റും പേഴ്സണൽ റിലേഷൻസ് വെച്ചിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻസിൽ ഒരിക്കലും അങ്ങനെയുള്ള ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അവിടെ ജോബ് നമ്മളെ അസൈൻ ചെയ്യില്ല. നമ്മുടെ സ്കില്ലും അതുപോലെ കഴിവും നോക്കിയിട്ട് മാത്രമാണ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 5 പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് കറക്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. തന്നെ അതുപോലെ ഹൈറാർക്കി ലെവൽസ്, ഫോർമൽ പൊസിഷൻസ്, അതുപോലെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിനാണ് നമ്മൾ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മാക്സ് വെബർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇവിടെ വീണ്ടും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. So the first one is a manager's formal authority derives from the position he or she hold in the organization. അതായത് ഓരോ മാനേജർക്കും എന്താണ് ആ പൊസിഷൻ അസൈൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു പൊസിഷനിൽ ഫോർമൽ പൊസിഷൻ ആയിരിക്കും, അതിൽ നിന്നാണ് ആ മാനേജറുടെ അതോറിറ്റീസ്. അപ്പോൾ ഓരോ മാനേജേഴ്സും അവർക്ക് കിട്ടിയിട്ടുള്ള ക്ലിയർ കട്ട് അതോറിറ്റി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഐഡിയ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫോർമൽ അതോറിറ്റി ഉണ്ടായിരിക്കും ഓരോ മാനേജേഴ്സിനും, അതാണ് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നതായിരിക്കും, അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതുപോലെ പീപ്പിൾ ഷുഡ് ഓക്യുപ്പൈ പൊസിഷൻസ് ബിക്കോസ് ഓഫ് ദെയർ പെർഫോമൻസ്, നോട്ട് ബിക്കോസ് ഓഫ് ദെയർ സോഷ്യൽ സ്റ്റാൻഡിങ് ഓർ പേഴ്സണൽ കോണ്ടാക്ട്സ്. അപ്പോൾ ആളുകൾ ഇവിടെ, അതായത് ആ എംപ്ലോയീസ് അവർക്ക് ഓരോ ഡ്യൂട്ടി അല്ലെങ്കിൽ പൊസിഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദയർ പെർഫോമൻസ് ആയിരിക്കും അല്ലെങ്കിൽ സ്കില്ലായിരിക്കും. അവരുടെ പെർഫോമൻസും സ്കില്ലും നോക്കിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലാണ്ട് അവരുടെ പേഴ്സണൽ കോണ്ടാക്റ്റോ ഇപ്പോൾ ഒരു പേഴ്സണൽ ഹോൾഡ് അവർക്ക് ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടല്ല റിക്രൂട്ട് ചെയ്യുന്നത്. അതേസമയം അവരുടെ സ്കില്ലും പെർഫോമൻസ് എങ്ങനെയുണ്ട് ഇതൊക്കെ അസസ് ചെയ്തിട്ടാണ് ഓരോ എംപ്ലോയീസിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, അതോറിറ്റി ക്യാൻ ബി എക്സസൈസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ ആൻ ഓർഗനൈസേഷൻ വെൻ പൊസിഷൻസ് ആർ അറേഞ്ച്ഡ് ഹൈറാർക്കി. അപ്പോൾ അതാണ് മാക്സ് വെബർ പറയുന്നത്. ഇപ്പോൾ ഓരോ ലെവൽസിലും മാനേജേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആൻഡ് അതുപോലെ അതോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനിൽ നമുക്ക് എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ലിയർ കട്ട് ഒരു അതോറിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് എംപ്ലോയീസിന് എൻ്റെ ബോസ് ആരാണ് അല്ലെങ്കിൽ ആരോടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആരാണ് അസൈൻ ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഡൗട്ട്സ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നമ്മുടെ തൊട്ട് മുകളിലുള്ള ടോപ്പ് ലെവൽ മാനേജറിനോടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആരാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിയർ കട്ട് അതോറിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓരോ എംപ്ലോയീസിനും ആ ഒരു ഹൈറാർക്കിക്കൽ ലെവൽസ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് മാക്സ് വെബർ പറയുന്ന മറ്റൊരു കാര്യം. ദാറ്റ് ഈസ് എംപ്ലോയീസ് നോ ഹും ടു റിപ്പോർട്ട് ആൻഡ് ഹു റിപ്പോർട്ട്സ് ടു ദം. ആരോടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആരാന്നുള്ളത് ഒരു ഐഡിയ എംപ്ലോയീസിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫോർമൽ ഓർഗനൈസേഷനാണ് വേണ്ടത്. മറ്റൊരു പോയിന്റ് പറയുന്നത്, മാനേജേഴ്സ് മസ്റ്റ് ക്രിയേറ്റ് well-defined system of rules, standard operating procedures and norms. അതായത് ഇത് മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതുപോലെ നോംസ് ഇതെല്ലാം സെറ്റ് ചെയ്യണം. സോ ദാറ്റ് ദ എംപ്ലോയീസ് ക്യാൻ സ്ട്രിക്ട്ലി ഫോളോ ദീസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ ദേ ക്യാൻ എൻഷുർ സ്ട്രിക്ട് ബിഹേവിയർ അല്ലെങ്കിൽ ദേ ക്യാൻ കൺട്രോൾ ദി ബിഹേവിയർ ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എംപ്ലോയീസിനോട് വർക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അല്ലെ ഈ റൂൾസും ഇതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ, ഒരു സ്ട്രിക്റ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും ഏത് ബ്യൂറോക്രസിയിൽ വരുന്ന ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസും അതുപോലെ പോളിസീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുന്നത്. അതായത് ഇവിടെ എംപ്ലോയീസിനെ ഒരു മെഷീൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വർക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു, അത് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നു, അത് പെർഫോം ചെയ്യാനുള്ള ഒരു മെഷീൻസ് മാത്രമാണ് ഏത് എംപ്ലോയീസ്.
ഇൻ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ. അതാണ് നേരത്തെ പറയുന്നത് ഫ്രണ്ട്ലി റിലേഷൻസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരിക്കലും മാനേജേഴ്സിന് എംപ്ലോയീസിനോട് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാക്സ് വെബറുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. അപ്പോൾ ഇത് ടെക്സ്റ്റിലും പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്യൂറോക്രസി ഷുഡ് ഹാവ് ക്ലിയർലി സ്പെസിഫൈഡ് ഹൈറാർക്കി ഓഫ് അതോറിറ്റി. നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വരുന്നത്. ഹൈറാർക്കി ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം ദാറ്റ് റിവാർഡ്സ് എംപ്ലോയീസ് ഫെയർലി ആൻഡ് ഇക്വിറ്റബിളി. അപ്പോൾ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും അവർക്ക് റിവാർഡ്സ് കൊടുക്കുന്നതും എല്ലാം റെമ്യൂണറേഷൻ കൊടുക്കുന്നതും എല്ലാം വളരെ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ, അതായത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതേസമയം നമ്മൾ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പോ പേഴ്സണൽ ഹോൾഡ് വെച്ചിട്ടൊന്നും നമ്മൾ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഏത് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദെയർ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഓർ ദെയർ പെർഫോമൻസ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. then അതുപോലെ മറ്റൊരു ഫീച്ചർ പറയുന്നത് ക്ലിയർലി സ്പെസിഫൈഡ് സിസ്റ്റം ഓഫ് ടാസ്ക് ആൻഡ് റോൾ റിലേഷൻഷിപ്പ്. അത് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ക്ലിയർ കട്ട് ആയിട്ടുള്ള ടാസ്ക്, അതായത് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള പ്രിൻസിപ്പിൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ് മാക്സ് വെബർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് മാക്സ് വെബർ അഡോപ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതാണ് വേണ്ടതെന്നാണ് മാക്സ് വെബർ സജസ്റ്റ് ചെയ്യുന്നത്. സോ ദർ ഈസ് ക്ലിയർലി സ്പെസിഫൈഡ് ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ്. പിന്നെ അതുപോലെ മറ്റൊരു ഫീച്ചർ പറയുന്നത് സിസ്റ്റം ഓഫ് റിട്ടൺ റൂൾസ് ആൻഡ് റൂൾസ് ദാറ്റ് സ്പെസിഫൈ ഹൗ എംപ്ലോയീസ് ഷുഡ് ബിഹേവ്. അപ്പോൾ എംപ്ലോയീസ് എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, ഇതൊക്കെ എന്താണ് ക്ലിയർ കട്ട് ആയിട്ടുള്ള റിട്ടൺ ആയിട്ട് ഓരോന്നും ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇനി വീണ്ടും ഇവിടെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ഇംപേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും, അതായത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാൻ മാത്രമായിരിക്കും, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അതാണ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കരിയർ ഓറിയന്റേഷൻ. അപ്പോൾ ഇവിടെ മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഓണർഷിപ്പ് വേറെ, മാനേജേഴ്സ് വേറെ. സോ മാനേജേഴ്സ് എന്ന് പറയുന്നത് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് നമ്മൾ മാനേജേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ്. പിന്നെ അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ, ദാറ്റ് ഈസ് ദ എൻറ്റയർ ജോബ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ ആൻഡ് റുട്ടീൻ വെൽ ഡിഫൈൻഡ് ടാസ്ക്. അതാണല്ലോ ഡിവിഷൻ ഓഫ് ലേബർ. നമ്മൾ ഒരു ഹോൾ ടാസ്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ സിമ്പിൾ ടാസ്കുകളായിട്ട് പല പല എംപ്ലോയീസിന് നമ്മൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് ബെറ്റർ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നുണ്ട് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ. പിന്നെ അതുപോലെ അതോറിറ്റി ഹയറാർക്കി വരുന്നുണ്ട്. പൊസിഷൻ ഓർഗനൈസ്ഡ് ആണ് അല്ലേ, ക്ലിയർ കട്ട് ആയിട്ടുള്ള ഹയറാർക്കി ലെവൽസ് ഉണ്ട്, പൊസിഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഫോർമൽ സെലക്ഷൻ. അപ്പോൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ജോബ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിലല്ലേ നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു, അങ്ങനെ അതാണ് ഫോർമൽ മെത്തേഡ്. ഇൻഫോർമൽ ആയിട്ട് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക, അതായത് നമ്മളറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ജോബ് കൊടുക്കും. അങ്ങനെ അതാണ് ഇൻഫോർമൽ മെത്തേഡ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഫോർമൽ മെത്തേഡ് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് നേരത്തെ പറഞ്ഞു റിട്ടൺ ആയിട്ടുള്ള ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സിലും പറയുന്നത്. അപ്പോൾ ഇതിൽ ബോക്സിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഈ പുറത്തുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്, വലുതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ടെക്സ്റ്റിൽ വരുന്ന പോയിന്റ്സും, രണ്ടും സെയിം തന്നെയാണ്. ഇതിപ്പോൾ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിക്ചറൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തു എന്ന് മാത്രം. സോ അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിലും വരുന്നത്. ഈ ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ അതോറിറ്റി വരുന്നുണ്ട്, ദെൻ ഇംപേഴ്സണാലിറ്റി ഉണ്ട്, അതുപോലെ ഫോർമൽ സെലക്ഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ്.
ഫസ്റ്റ് പോയിന്റ് ക്ലാസിക്കൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ് വരുന്നത് ജനറൽ മാനേജ്മെന്റ് ആണ്. തേർഡ് പോയിന്റ് ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ചിലെ 3 പോയിന്റും ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ ഓൾഡ് കൺസെപ്റ്റ് ആണ്. അതായത് ഫോർമൽ രീതിയിൽ മാത്രം പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ എന്താണ് ഫോർമൽ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കും. ബോസ് ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് ആണ്. ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ വരുന്നുണ്ട്. ദെൻ ക്ലിയർ ആയിട്ടുള്ള അതോറിറ്റി ഹയറാർക്കി ലെവൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്.